ഹലോ, വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അങ്കമാലി സ്റ്റൈലിലുള്ള ഒരു മാങ്ങ കറിയുടേതാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. ഇതിന് വേണ്ടത് മെയിനായിട്ട് പച്ചമാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് ഈ മാങ്ങക്കറി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. വേറെ ചട്ടിയിലാണെങ്കിലും കുഴപ്പമില്ല. സവോളയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കുറച്ച് പച്ചമുളകും 4-5-6 എണ്ണം വരുന്ന പച്ചമുളകും ചേർക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ലവണ്ണം കുഴക്കണം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് പാലിലാണ്, തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. അത് 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ 2ാം പാലും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സവോളയും എല്ലാം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മളിതിലേക്ക് പച്ചമാങ്ങ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയും സവോളയും എല്ലാം കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ 1ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെട്ടി തിളക്കേണ്ട കാര്യമല്ല കേട്ടോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുമിള വരില്ലേ, ആ സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി താളിച്ചെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരു പകുതി വേവാകുന്ന സമയത്ത് ഇതിലേക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ, അതായത് നമ്മുടെ മേലിലോട്ട് തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ അത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാക്കറിയുടെ റെസിപ്പി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നല്ല കുത്തരി ചോറും അതിലേക്ക് മാങ്ങാക്കറിയും മീൻ പൊരിച്ചതും ചിക്കൻ റോസ്റ്റും നാരങ്ങാച്ചാറും പയറും പച്ചക്കായും കൂടെ ഉപ്പേരിയും പപ്പടം, നല്ല കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.